സജീവൻ, ഇന്നൊരു പക്ഷേ ഏറ്റവും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കേരള കൗമുദിയിൽ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ്. നമ്മൾ വേലികെട്ടാൻ മാത്രം വിധിക്കപ്പെട്ടവർ എന്ന തലക്കെട്ടിൽ വന്നിരിക്കുന്ന ലേഖനത്തിൽ ഏറ്റവും പുതുതായി രാജ്യസഭാ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചപ്പോൾ പോലും മുസ്ലിം വിഭാഗത്തെയും ക്രൈസ്തവ സമുദായത്തെയും പ്രീണിപ്പിക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ ഇരു മുന്നണികളും സ്വീകരിച്ചിട്ടുള്ളതെന്നും ഒരു സമയത്ത് ഇടത് മുന്നണിയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളായി നിന്നിരുന്ന ഈഴവ തീയ വോട്ടുകൾ അത് ഇത്തവണ BJPയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ CAEയും പലസ്തീൻ വിഷയവും ഒക്കെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് മുസ്ലിം പ്രീണനം അമിതമായി നടത്തിയതിനുള്ള ഫലമാണെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ്. അതിന് അദ്ദേഹം വെറുതെ പറയുകയില്ല, ചില കണക്കുകൾ നിരത്തുന്നുണ്ട്. അത് ആലപ്പുഴയിൽ സംഭവിച്ചത്, അത് കഴിഞ്ഞ് ആറ്റിങ്ങലിൽ സംഭവിച്ചത്, അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിച്ചത്, ഇടതുമുന്നണി 3ാം സ്ഥാനത്തേക്കൊക്കെ പിന്തള്ളപ്പെട്ടത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണെന്നാണ്. ഇടതുമുന്നണിയുടെ ഉറച്ച അടിത്തറയായ ഈഴവ വോട്ടുകളിൽ വിള്ളലുണ്ടായിട്ടുണ്ടോ? ആ വിള്ളലിന് കാരണം ഈ അമിതമായ മുസ്ലിം പ്രീണനമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? വെള്ളാപ്പള്ളി നടേശൻ ഇത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് പറയുകയാണെങ്കിൽ, വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പേ പറയുകയാണെങ്കിൽ നമ്മളിതൊക്കെ അത് ആധികാരികമായിട്ടുള്ള അല്ലെങ്കിൽ കുറെ കൂടി സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇടതു മുന്നണിയെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കാം. വെള്ളാപ്പള്ളി പറയുന്നത് അംഗം കഴിഞ്ഞ് ആളുകളൊക്കെ പോയി കഴിഞ്ഞ് പിരിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ വെളിപാടുണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും ഒരാൾ തോറ്റാൽ അല്ലെങ്കിൽ ഒരു മുന്നണിയോ ഒരു പാർട്ടിയോ പരാജയപ്പെട്ടാൽ അതിന് പല ന്യായീകരണങ്ങളും പല കാരണങ്ങളും പറയാം. പുറത്തുനിന്ന് അഭിപ്രായം പറയാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പോലെയാണ് തോൽവി. അതായത് ഈഴവരും അദ്ദേഹം പറയുന്ന ഈഴവരാജി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വാക്കുണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗമാണ് LDFന്റെ വോട്ട് കുറച്ചത് എന്നതിന് അദ്ദേഹത്തിന് നിരത്താവുന്ന ഒരു കാരണം. കുറെ സ്ഥലങ്ങൾ വോട്ട് കുറഞ്ഞു. ആ കുറഞ്ഞത് BJPയുടെ മിടുക്കൊണ്ട് പിടിച്ചാണെങ്കിലോ? അതിന് കാരണം അത് ഇതുവരെ കൃത്യമായിട്ട് തെളിയിക്കാവുന്ന ഒന്നും നമ്മുടെ കയ്യിലില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം വരെയും വോട്ടെടുപ്പ് നടക്കുന്ന ഘട്ടം വരെയും ഇത് ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യരുതെന്ന് അദ്ദേഹമാണല്ലോ ഈ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി, ട്രസ്റ്റിന്റെ നേതാവ് അദ്ദേഹമാണല്ലോ. ആ രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ LDFനും UDFനും വോട്ട് ചെയ്യരുത്, BJPക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ നിലപാട് ശരിയല്ല, LDFന്റെ നിലപാട് ശരിയല്ല, ഈഴവ വിഭാഗത്തെ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ന്യൂനപക്ഷത്തിന് പിറകെ പോവുകയാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ എവിടെയെങ്കിലും പറയുകയോ എന്തെങ്കിലും ഒരു സൂചന. പക്ഷേ ഈ കണക്കുകളോ ശ്രീ സജീവൻ, ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം പറയുന്നത് ആലപ്പുഴയിൽ, അതും ചേർത്തല നിയമസഭാ മണ്ഡലത്തിൽ AM ആരിഫിന് കഴിഞ്ഞ തവണ 16,894 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ ഇടതുമുന്നണിക്ക് മേൽക്കൈയുള്ള പ്രദേശത്ത് ഇത്തവണ KC വേണുഗോപാൽ 843 വോട്ടിന് മുന്നിലാണ്. അതേ സ്ഥലത്ത് BJPയുടെ അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ നേടിയത് 40,474 വോട്ടുകൾ. അതുപോലെ കായംകുളത്തും ഹരിപ്പാടുമൊക്കെ LDF BJPക്ക് പിന്നിൽ 3ാം സ്ഥാനത്ത് എത്തിയതിന് ഈ പറഞ്ഞതുപോലെ ഈഴവ വോട്ടുകളുടെ ഒരു ഷിഫ്റ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ന്യായം. അമ്പലപ്പുഴയിൽ 110ഉം കരുനാഗപ്പള്ളിയിൽ 191 വോട്ടിന്റെ മാത്രം വ്യത്യാസത്തിലാണ് ഈ 2ാം സ്ഥാനത്ത് ഇടതുമുന്നണി എത്തിയത്. അദ്ദേഹം ഈ ഒരു തിയറി മാത്രമല്ല പറയുന്നത്. മുസ്ലിം ഭൂരിപക്ഷ ഇപ്പോൾ മലബാർ പോലെയുള്ള മേഖലകളിൽ അല്ലെങ്കിൽ ആലപ്പുഴയിൽ തന്നെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായ മുസ്ലിം നാമധേയനായ ഇടതുമുന്നണി സ്ഥാനാർത്ഥി നിന്നിട്ട് പോലും അവർക്ക് മുസ്ലിം കൺസോളിഡേഷന്റെ വോട്ടുകൾ കിട്ടിയില്ല എന്നതാണ്. അത് AM ആരിഫിന്റെ കാര്യത്തിൽ ശരിയാണെന്നല്ലേ ഈ തെരഞ്ഞെടുപ്പ് കണക്കുകൾ നമ്മളോട് പറയുന്നത്? അപ്പോൾ ഈ വോട്ട് വിഹിതത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ടായിരുന്ന ആ വോട്ട് ബേസിൽ കാര്യമായ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്ന് കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിന് SNDP യോഗം ജനറൽ സെക്രട്ടറി പറയുന്ന കാരണം ഇതാണോ എന്ന് മാത്രമല്ലേ നമ്മൾ പരിശോധിക്കേണ്ടതുള്ളൂ? അതെ, ആ കാരണമാണ്. വോട്ട് കുറഞ്ഞിട്ടുണ്ട് LDF എന്നുള്ളതിൽ സംശയമേ ഇല്ല. കഴിഞ്ഞ തവണ ആരിഫിന് കിട്ടിയതിനേക്കാൾ കുറെ വോട്ട് ഇവിടെ കുറഞ്ഞിട്ടുണ്ടോ ഉള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ഇതേ ആലപ്പുഴയിൽ VM സുധീരനും KC വേണുഗോപാലൊക്കെ ഗംഭീരമായ വിജയം നേടിയ സ്ഥലമാണ്. അവിടെ UDF വളരെ ഗംഭീരമായിട്ട് ജയിച്ച സ്ഥലമാണ്. അന്ന് ശരിയാണ്, BJPക്ക് കേരളത്തിൽ കാര്യമായ സ്വാധീനം ഉണ്ടായിരുന്നില്ല. BJP കഴിഞ്ഞ 2014 ശേഷം
പ്രത്യേകിച്ച് 2019 മുതൽ വളരെ കൃത്യമായ രൂപത്തിൽ വോട്ട് പിടിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു വിജയമുണ്ട്. അവർക്ക് പരമാവധി വോട്ടുകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയിട്ടുണ്ട്. ഹിന്ദുത്വ വികാരം എന്നത് ആളുകൾക്കിടയിലും ശക്തമായിട്ട് ഹിന്ദുക്കൾക്കിടയിൽ ഹിന്ദുത്വ വികാരം വളർത്തുന്നതിൽ നരേന്ദ്രമോദിയുടെ പങ്കുണ്ട്, BJPയുടെ മറ്റു നേതാക്കന്മാരുടെ പങ്കുണ്ട്, ഇതൊക്കെയുണ്ട്. അങ്ങനെ വളർത്തിയെടുക്കുന്നതിൽ ഒരു പക്ഷേ എന്നല്ല, അതിൽ ഈഴവ വിഭാഗവും ഈ പിന്നോക്ക വിഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ വെള്ളാപ്പള്ളി പറയുന്നതിന് അർത്ഥം എന്ന് പറയുന്നത് മുസ്ലിം പ്രീണനം കൊണ്ടാണ് ഇതുണ്ടായതല്ല. BJPയുടെ വളർച്ച എന്ന് പറയുന്ന അവർ കൃത്യമായിട്ട് മുസ്ലിം വിരുദ്ധത ഇവിടെ ഉണ്ടാക്കിയെടുത്തു. ആ മുസ്ലിം വിരുദ്ധതയുടെ ഭാഗമായിട്ട് ഹിന്ദുത്വ വികാരം ഈ കേരളത്തിൽ ശക്തമായിട്ടുണ്ടായിട്ടുണ്ട്. ആളുകളുടെ സംസാരത്തിൽ പോലും 4 ആളുകൾ സംസാരിക്കുമ്പോൾ അത് ഒരു പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ പെടാത്ത ആളുകളാണെങ്കിൽ നമുക്കൊക്കെ ഉണ്ടാവുന്ന അനുഭവം എന്നാണ് അത് നേരെ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് അവരിന്ന് ഹിന്ദുത്വ ബോധമുള്ള ആളുകളോ BJPക്കാരോ ആയിട്ടല്ല. അപ്പൊ സ്വാഭാവികമായിട്ടുള്ളത് 2014 ശേഷം 2019 ശേഷം ശക്തമായിട്ടുണ്ടായ ഒരു കാര്യമാണ്. അത് ഈ 24 അതിശക്തമായിട്ടുണ്ടായി. അതിന്റെയൊക്കെ ഫലം തന്നെയാണ് തൃശ്ശൂരിലെ വിജയവും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല ശ്രീ സജീവൻ. അതായത് ഒരു ഭാഗത്ത് ഇപ്പൊ താങ്കൾ പറയുന്ന പോലെ BJP ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു മുസ്ലിം വിരുദ്ധതയുടെ അനന്തരഫലം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മുസ്ലിം വിഭാഗത്തിന് അനുകൂലമായി, അതായത് CAA പോലെയുള്ള വിഷയങ്ങളിൽ, ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ, അതുപോലെ സമാനമായ വിഷയങ്ങളിലൊക്കെ ഇടതുപക്ഷം സ്വീകരിച്ച സമീപനവും ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നതുമൊക്കെ സ്വാഭാവികമായും ഒരു മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ ഇടതുപക്ഷത്തിന് അനുകൂലമായി സംഭവിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഒരു സിദ്ധാന്തം അനുസരിച്ച് അദ്ദേഹം പറയുന്നത് അത് സംഭവിച്ചിട്ടില്ല. എവിടെ? മലബാറിലെ മുസ്ലിം നാമധാരിയായി ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് പോലും ആ വോട്ട് കിട്ടിയിട്ടില്ല. ആലപ്പുഴയിൽ CPM സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 1,04,923 വോട്ടുകൾ കുറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞൊരു ലോജിക്ക്, അവിടെ UDF സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ VM സുധീരനെ പോലുള്ളവർ ജയിച്ചു വന്ന മണ്ഡലമല്ലേ എന്നത് ശരിയാണ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്? NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനാണ് 40,474 വോട്ട് ചേർത്തല പോലെയുള്ള ഒരു സ്ഥലത്ത് പിടിച്ചിരിക്കുന്നത്. ആ വോട്ട് ആരുടേതാണ്? എന്തുകൊണ്ട് സംഭവിച്ചു? വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ അത്. തീർച്ചയായിട്ടും അതിനാണ് ഞാൻ പറഞ്ഞത്. കാരണം BJP വളരെ കൃത്യമായ രൂപത്തിൽ ഈ ഹിന്ദുത്വ ബോധം ഉണ്ടാക്കി തീർത്ത്, ഹിന്ദുത്വ വികാരം ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. പിന്നെ താങ്കൾ ന്യൂനപക്ഷത്തിന്റെ പിന്തുണ എന്നത് 2019 പോലെ ഈ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടത്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇത്തവണയും വന്നിട്ടുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് അനുകൂലമായി തീർന്നു. മാത്രമല്ല BJPക്ക് CPM-നെതിരെ, പ്രത്യേകിച്ച് LDF-നെതിരെ എന്നുള്ളതിനേക്കാൾ CPM-നെതിരെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പല മുസ്ലിം സംഘടനകളും, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, NDF ഉണ്ട്, SDPI ഉൾപ്പെടെയുള്ള സംഘടനകള്, മുജാഹിദുകള്, സുന്നികൾ മാത്രമാണ് അതിലൊരു വിഭാഗം അതിശക്തമായിട്ട്. ഇപ്പൊ EK സുന്നിയാണ് പണ്ട് ശക്തമായിട്ട് ലീഗിനൊപ്പം വന്നത്. പക്ഷെ അവരിൽ ഒരു വിഭാഗം മാത്രമാണ് LDF-ന് അനുകൂലമായി പറഞ്ഞ്, ബാക്കിയുള്ളവർ അതിരൂക്ഷമായിട്ട് മുസ്ലിം കമ്മ്യൂണിസ്റ്റുകളെ ഒരു തരത്തിലും വിശ്വസിക്കാൻ പാടില്ല എന്ന രീതിയിൽ സംസാരിച്ച് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഉൾപ്പെടെയുള്ള ഈ സുന്നികളാണ്. അപ്പോ അതൊരു വലിയ, തീർച്ചയായിട്ടും ഈ കോൺഗ്രസ് അനുകൂലമായിട്ട് മുസ്ലിം വോട്ടുകൾ മാറിയിട്ടുണ്ട്. ആ ഒരു നേട്ടം പിന്നീട് BJPക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങൾ BJP നേതാക്കന്മാർ തന്നെ പറയുന്ന പോലെ, കോൺഗ്രസ് നേതാക്കന്മാർ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന പോലെ ക്രിസ്ത്യൻ വോട്ടുകൾ അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. അതോടൊപ്പം ഈ വെള്ളാപ്പള്ളി പറയുന്ന പോലെ ഈഴവ വോട്ടുകൾ ഉൾപ്പെടെ മാറിയിട്ടുണ്ട്. പക്ഷേ അത് ഞങ്ങൾ ഇപ്പം വെള്ളാപ്പള്ളിയുടെ സംസാരത്തിൽ എന്താണ്, ഇവരുടെ ഈ മുസ്ലിം പ്രീണനം കൊണ്ട് അങ്ങോട്ടേക്ക് മാറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറി തീർന്നു എന്ന രീതി അദ്ദേഹം പലപ്പോഴും മുടി ചായ്ച്ചും ചരിച്ചും കെട്ടുന്ന പോലെ ഇത്തരത്തിൽ പറയാറുണ്ട്. അത് ഇദ്ദേഹം മാത്രമല്ല, NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഇതിനേക്കാൾ ഗംഭീരമായിട്ട് പറയാറുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗം തോറ്റാൽ ഇപ്പൊ കണ്ടില്ലേ എന്ന് പറയും. ഈ സമുദായ നേതാക്കന്മാരെ ഭയങ്കരമായിട്ട് പ്രീണിപ്പിക്കുന്ന രീതിയിൽ, അത് മുസ്ലിം സംഘടനകളാണെങ്കിൽ പോലും ആ രീതിയിലേക്ക് പാർട്ടികൾ പോകുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിലയിരുത്തൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും LDF-ന് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം LDF-ന്റെ വിശ്വാസ്യത തകർക്കുന്നതിൽ അവരുടെ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിട്ടുണ്ട്.